മാഷേ നമസ്കാരം. മാഷേ ഈ യൂനസിന് എന്ത് സംഭവിച്ചു എന്നറിയില്ല. നാവിൽ മുഴുവൻ ഇപ്പോൾ ഹരേ കൃഷ്ണ എന്നാണ് വിളിക്കുന്നത്. അതായത് ജന്മാഷ്ടമി ആശംസകളൊക്കെ അറിയിച്ചുകൊണ്ട് യൂനസ് രംഗപ്രവേശനം ചെയ്യുകയാണ്. ഇസ്കോണിനെയൊക്കെ ജയിലിലടച്ച യൂനസിന് എന്താണ് പെട്ടെന്ന് സംഭവിച്ചിരിക്കുന്നത്? ഹിന്ദു മതത്തിലേക്ക് മാറാൻ വല്ല ഉദ്ദേശമുണ്ടോ? സംശയിക്കണം. പക്ഷേ യൂനസിന് ഇപ്പം സംഭവിച്ചത് രാഷ്ട്രീയമായ വലിയ അടിയാണ്. അത് അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം വിചാരിച്ചതുപോലെ ഈ ഒരു നിലപാടെടുക്കാൻ അവിടെ പറ്റുന്നില്ല. ഒന്ന്, അമേരിക്കൻ പാവയായി രംഗത്ത് വന്ന മുഹമ്മദ് യൂനുസിന് ഇന്ത്യക്കെതിരായി ഒരു ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിന് കാരണമുണ്ടായി. നമ്മൾ ഷെയ്ഖ് ഹസീനക്ക് അഭയം കൊടുത്തു. ഉടനെ അദ്ദേഹം പോകുന്നത് ചൈനയിലേക്കാണ്. ചൈന അദ്ദേഹത്തോട് ഒന്നും പറഞ്ഞില്ല. ചൈനയെ അദ്ദേഹം പറഞ്ഞു പോയി അപേക്ഷിച്ചത് എന്താണ്? ചൈന ഞങ്ങളെ സഹായിക്കുമെങ്കിൽ, ഞങ്ങളുടെ കൂടെ നിൽക്കുമെങ്കിൽ നല്ല സമയമാണ്. ഇന്ത്യ പോയി പാകിസ്ഥാനെ ആക്രമിക്കുന്ന സമയത്ത് നമുക്ക് പോയി ഇന്ത്യയെ ആക്രമിക്കാം പറഞ്ഞു നോക്കി. ചൈന തള്ളിക്കളഞ്ഞു. കാരണം എന്താ വെച്ചാൽ ചൈനക്ക് അറിയാം പാകിസ്ഥാന് ഈ ബംഗ്ലാദേശിനെ കൊണ്ട് എന്ത് ഉപകാരമുണ്ട്, ഇന്ത്യ ആരാണെന്നും അറിയാം. അതേ സമയത്ത് നരേന്ദ്രമോദിയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് സംസാരിക്കുന്നത് ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലുള്ള സമയത്താണ്. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള തർക്കങ്ങൾ ഞങ്ങൾ തീർത്തുകൊള്ളാം, അതിൽ നിങ്ങളാരും ഇടപെടേണ്ട എന്ന മെസ്സേജ് മുഹമ്മദ് യൂനുസിനും തലക്കകത്ത് ആൾപ്പാർപ്പുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ചൈനയുടെ സഹായമില്ലാതെ ഈ അമേരിക്കയെ കൂട്ടുപിടിച്ചിട്ട് ഇനി അങ്ങോട്ട് ഇന്ത്യയെ നേരിട്ട് കളയാം എന്നാണെങ്കിൽ ഇന്ത്യ ആ വാർ വിൻ ചെയ്ത് കഴിഞ്ഞു. അമേരിക്കക്കെതിരായ വാർ ഇന്ത്യ വിൻ ചെയ്തല്ലോ. റഷ്യയുടെയും ചൈനയുടെയും സഹായത്തോടെ ഏതാണ്ട് ഇപ്പോൾ കണ്ടില്ലേ, പുട്ടിനുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മിണ്ടാട്ടം മുട്ടിയിട്ടാണ് പോയത്. മാത്രമല്ല, ഇന്നും ഇന്നലെയൊക്കെ വന്ന വാർത്ത അനുസരിച്ച് തിരിച്ചു ചെന്ന ട്രംപിന് അമേരിക്കയിൽ മുഴുവൻ ട്രോളാണത്രേ. ഇയാൾക്ക് എന്തു പറ്റി, ഇയാൾ എന്തിനാണ് നാണം കെടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്കക്കാർ മുഴുവൻ അയാൾക്കെതിരാണ്. അപ്പോൾ അമേരിക്കയെ നിലക്ക് നിർത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന്. ഈ അമേരിക്കയുടെ സഹായത്തോടു കൂടി ഇനി ഇന്ത്യയെ ആക്രമിച്ച് കളയാമെന്ന വ്യാമോഹം ഇല്ലാതായി. വേറൊന്ന്, ഇവരാദ്യം ഈ ഷെയ്ഖ് ഹസീനയെ നിലക്ക് നിർത്താനും ബംഗ്ലാദേശിനെ വിരട്ടാനും ഷെയ്ഖ് ഹസീനയെ ഓടിക്കാനൊക്കെ വേണ്ടി ഉപയോഗിച്ചത് അവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികളെയാണ്. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ളവരുടെ നിരോധനം നീക്കി തുറന്നു വിട്ടു. അപ്പോൾ അവർ നിയമം കയ്യിലെടുത്തിട്ട് അവിടെ കണ്ട നോൺ മുസ്ലിംസിനോടൊക്കെ ജിസിയ പിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഏർപ്പാടുണ്ട്. ജിസിയ എന്ന് പറഞ്ഞാൽ പ്രത്യേക നികുതിയാണ്, അമുസ്ലിങ്ങൾക്കുള്ള നികുതിയാണ്. ഇതൊന്നും ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും ഇപ്പോൾ നടപ്പിലില്ലാത്ത പരിഷ്കരിക്കപ്പെട്ട സാധനമാണ്, നിരോധിക്കപ്പെട്ട അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സാധനമാണ്. ഇപ്പോൾ അതൊക്കെയാണ് അവിടെ ജമാഅത്തെ ഇസ്ലാമി നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കൊണ്ട് ഇനി ഒന്നും ബംഗ്ലാദേശിൽ നേടാനില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം എടുത്തൊരു രാഷ്ട്രീയ നിലപാടാണ്. ഒന്ന്, കൃത്യമായ നിലപാടാണ്. ബംഗ്ലാദേശിലെ നോൺ മുസ്ലിംസിനെ, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തെ, ബംഗ്ലാ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന അർപ്പിച്ചവരാണ്. പിൽക്കാലത്ത് ഈ ഉള്ള മുസ്ലിങ്ങളെയൊക്കെ കൂടി ഒരു വശത്തേക്ക് അടിച്ചു കൂട്ടി കൊണ്ടുപോയിട്ട് ഒരു ബംഗ്ലാദേശ് ഉണ്ടാക്കിയെങ്കിൽ പോലും ബംഗ്ലാ സംസ്കാരവും ഹൈന്ദവ സംസ്കാരവും അവിടുത്തെ കാളിയും ബിലാവുൽ സംഗീതവും ഒക്കെ അറിയാലോ, അത് നമ്മളെ സംസ്കാരവുമായിട്ട് വളരെ ആഴത്തിൽ വേരുള്ളതാണ്. ബംഗ്ലാദേശിലുണ്ടത്. നമ്മൾ മതത്തിന്റെ പേരിൽ 2 രാജ്യം ഉണ്ടാക്കിയിട്ട് വെട്ടിമുറിച്ചത് കൊണ്ട് മാത്രം ആ സംസ്കാരം ഇല്ലാതാവില്ല. അപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തെ വിശ്വാസത്തിലെടുക്കാനും ഏറ്റവും ചുരുങ്ങിയത് തന്ത്രപരമായ നിലപാടെങ്കിലും അവരോട് എടുക്കാൻ ഒന്നാമത്തെ കാര്യം അത്. 2, മുഹമ്മദ് യൂനുസ് ആ നിലപാടെടുത്തില്ലെങ്കിൽ ബംഗ്ലാദേശിൽ പട്ടാള അട്ടിമറി വരും എന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നടന്ന ഏറ്റവും ഒടുവിലത്തെ സംഭവം കണ്ടില്ലേ, നമ്മുടെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ഈ കഴിഞ്ഞ ആഗസ്റ്റ് 15ഉം 16ഉം ആയിരുന്നല്ലോ. 15ഉം 16ഉം അല്ലേ, വെള്ളിയും ശനിയോ അതോ ശനിയും ഞായറും 2 ദിവസമായിട്ട്. അപ്പോൾ അത് ലോകത്തിൽ തന്നെ മീഡിയ, ഇപ്പോൾ BBC ഒക്കെ പറയുന്നത് ലോകത്തിൽ തന്നെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ഇത്ര വലിയ പങ്കാളിത്തത്തോടെ എവിടുന്നാണ് മനുഷ്യർ വന്നതെന്ന് അറിഞ്ഞൂടെ. എന്ന് പറഞ്ഞാൽ അത്രയേറെ ഹിന്ദുക്കൾ അവിടെ ഉണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. ഹിന്ദുക്കൾ മാത്രമല്ല, അവരുടെ ആഘോഷം കാണാൻ ബംഗ്ലാദേശിലെ മതേതരവാദികളായ മുഴുവൻ മുസ്ലിങ്ങളും വന്നു ചേർന്നു. അവിടുത്തെ വഖാറുസ്സമാൻ എന്ന് പറയുന്ന പട്ടാള മേധാവിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ആ മൈതാനം നിറഞ്ഞു കവിഞ്ഞ, ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ മൈതാനം നിറഞ്ഞു കവിഞ്ഞ ഓഡിയൻസാണ് അത്ര ധാക്കയിൽ പങ്കെടുത്ത് തലസ്ഥാനത്ത്. അത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു, പട്ടാള മേധാവി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ മുഹമ്മദ് യൂനിസിന്റെ സന്ദേശം ചെന്നു, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, ശ്രീകൃഷ്ണന്റെ സംസ്കാരമാണ് നമുക്ക് വേണ്ടത്
എന്ന് പറഞ്ഞാൽ അയാൾ ഹിന്ദു ആവുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ പറഞ്ഞല്ലോ, പറയേണ്ടി വന്നല്ലോ. അതിൻ്റെ അർത്ഥം ഒന്നാമത്തെ ആശ്വാസം, ബംഗ്ലാദേശിലെ ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ അക്രമം നേരിട്ടത് ഈ കലാപത്തിന് ശേഷം, കലാപകാലത്തും അതിന് ശേഷവും. ഷെയ്ഖ് ഹസീന പോകുന്നതിന് ശേഷം അവിടുത്തെ ഹിന്ദുക്കളും ഹിന്ദു ദേവാലയങ്ങളും ഹിന്ദു സന്യാസിമാരും വലിയ ഭീഷണി നേരിട്ടിട്ടുണ്ട്. അവർക്ക് കുറെ കൂടി അനുകൂലമായ നിലപാട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, ഇക്കൊല്ലത്തെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയുടെ പ്രത്യേകത അറിയോ? ദശാവതാരങ്ങൾ അറിയാമല്ലോ നമുക്ക്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, 9ാമത്തെ ആളാണ് ശ്രീകൃഷ്ണൻ, പിന്നെ കൽക്കി ഭഗവാൻ. അപ്പോ ഈ 10 അവതാരങ്ങളിൽ 9ാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ. വേറൊരു കാര്യം, ഇക്കൊല്ലത്തെ ശ്രീകൃഷ്ണന്റെ ജന്മാഷ്ടമിയുടെ പ്രത്യേകത എന്താ പറയുക? ന്യൂമറിക്കലി വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ലോകത്തിലെ മുഴുവൻ ഭക്തന്മാരും വലിയ ആദരപൂർവ്വമാണ് ഇക്കൊല്ലത്തെ ജന്മാഷ്ടമി കാണുന്നത്. അതിന്റെ കാരണം എന്താ അറിയോ? 5252 ന്യൂമറിക്കലി ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. 5252ാമത് ജന്മദിനമാണ് 5252 എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ ജനിച്ചിട്ട് 5252 വർഷമായി എന്ന് നമ്മുടെ ഹൈന്ദവ പണ്ഡിതന്മാർ മുഴുവൻ, ഫിലോസഫി പണ്ഡിതന്മാർ മുഴുവൻ പറഞ്ഞ് സ്ഥാപിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു കാലത്താണ് ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഒരു കാലത്ത് നമ്മൾ കണ്ട ഏറ്റവും പുതിയ കാലത്ത് നമ്മൾ കണ്ട ഏറ്റവും വലിയ ഹിന്ദു വേട്ട, ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധമായ നീക്കങ്ങളൊക്കെ നടന്ന ബംഗ്ലാദേശിൽ ആണ് ഏറ്റവും വലിയ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. അവിടെ ഈ കൂട്ടക്കൊലക്കൊക്കെ നേതൃത്വം നൽകിയ, ഈ അട്ടിമറി പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ മുഹമ്മദ് യൂനുസിന് പറയേണ്ടി വന്നിരിക്കുന്നു, ശ്രീകൃഷ്ണൻ്റെ വഴിയാണ് സമാധാനത്തിൻ്റെ വഴി. ആലോചിച്ച് നോക്കൂ ശ്രീകൃഷ്ണൻ്റെ. അപ്പോൾ ഇത് ഒരു ഇന്ത്യയുടെ മഹത്വമാണ്. ഞാനിതിൽ കാണുന്നത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു മേന്മയാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ അക്രമികൾക്കും ബോധ്യപ്പെടും എന്നുള്ളതാണ്. ശാന്തി മാർഗമാണ്, ഇന്ത്യയുടെ ശാന്തി മന്ത്രമാണ്. ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഏറ്റവും സഹായകമായ, ഏറ്റവും പ്രയോജനപ്രദമായൊരു മാർഗമെന്നാണ്. അതുകൊണ്ട് 2 തരത്തിലും ഇന്നലത്തെ കഴിഞ്ഞ ദിവസം നടന്ന ബംഗ്ലാദേശിലെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി സുപ്രധാനമാണ്. 1, ഇന്ത്യയുടെ ആത്മീയമായ വിജയമാണത്. 2, പ്രധാനപ്പെട്ട ഇന്ത്യയുടെ രാഷ്ട്രീയമായ വിജയവുമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയുമായി ഒന്ന് കൊമ്പ് കോർത്ത് കളയാം, ഇന്ത്യയെ ഒന്ന് ചൊറിഞ്ഞു കളയാം. എന്നിട്ട് നിങ്ങൾ ഇവരെ ഒളിപ്പിച്ചില്ലേ, ഷെയ്ഖ് ഹസീനയെ ഒളിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയെ ചൊറിഞ്ഞു കളയാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഷെയ്ഖ് ഹസീനയെ മോചിപ്പിച്ചു കൊണ്ടുപോയി തട്ടിക്കളയാം എന്നൊക്കെയുള്ള വ്യാമോഹങ്ങൾക്ക് തൽക്കാലം അറുതി വന്നിരിക്കുന്നു. 2, ജനാധിപത്യപരമായ മാർഗത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ മുഹമ്മദ് യൂനുസ് നിർബന്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആരാണ്? ഉള്ളിൽ തന്നെ വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ, ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന വാഗ്ദാനം മുഹമ്മദ് യൂനുസ് പാലിച്ചില്ലെങ്കിൽ പട്ടാള അട്ടിമറി വരുമെന്ന് പട്ടാള മേധാവി തന്നെ നേർക്കുനേരെ നിന്ന് പറയുന്നൊരവസ്ഥ. ബംഗ്ലാദേശിനെ പാഠം പഠിപ്പിക്കാൻ സാക്ഷാൽ ഭഗവാൻ ഇറങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. നമുക്ക് തൽക്കാലം സംഭവാമി യുഗേ യുഗേ.